ഇത് മാസ് മോട്ടോഴ്സ് തവണ ഹീറോയുടെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് വർക്ക് ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോകുന്നുണ്ട്, സെൽഫ് ചെക്കപ്പ് സെൽഫ് വർക്ക് ചെയ്യുള്ള സ്പീഡോമീറ്റർ ചെക്കപ്പ്, ലൂസ് കോൺടാക്റ്റ്, ഹോൺ ചെക്കപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് സെൽഫിൻ്റെ കേസ് വർക്ക് ചെയ്യാൻ ഞാൻ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് സെൽഫ് റിലേ എന്ന് പറയുന്ന യൂണിറ്റ് ഇതിനകത്താണ് അതിൻ്റെ മെയിൻ ലൈൻ വരുന്നത്. അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റി സെൽഫിൻ്റെ കേസ് റെഡി ആക്കിയിട്ടുണ്ട്. ആ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് തരുന്നുണ്ടല്ലോ. പിന്നെ ഓയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടിയിൽ ഓയിൽ അധികമായിട്ട് ഒഴിച്ചു വെച്ചേക്കാണ്. കാരണം നമുക്ക് ഗ്ലാമറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ 900 മില്ലി ഓയിൽ മതി. ഇതിപ്പോൾ മൊത്തത്തിൽ ഇത്രയും ഓയിൽ ഇതിനകത്തുണ്ട്. ഏകദേശം ഒരു 2.5 ലിറ്ററോളം ഓയിൽ ഇപ്പോൾ നിലവിൽ വണ്ടിക്കകത്തുണ്ട്. ഏകദേശം 2 ലിറ്റർ ചുരുങ്ങാതെ ഉണ്ട് കേട്ടോ. 2 ലിറ്ററിൽ കുറയാണ്ട് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ആ ഓയിൽ മൊത്തം ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഫിൽറ്ററിലേക്കൊക്കെ തള്ളി കയറ്റി, സൈഡിൽ കൂടെ ബ്രീത്തർ പൈപ്പ് വഴി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഫിൽറ്ററിലേക്ക് തള്ളി കയറ്റി, എയർ ഫിൽറ്റർ ഓയിലിനകത്ത് മുങ്ങിയേക്കാണ്. അതിനുശേഷം അത് കാർബറേറ്ററിലേക്ക് വലിച്ചിറക്കി. കാർബറേറ്ററും ഈ പറഞ്ഞ രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ട് കാർബറേറ്റർ ഓൾറെഡി നമുക്ക് പെട്രോളിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പിന്നെ അത് പ്ലഗിലേക്ക് ചെന്ന് പ്ലഗും ഓൾറെഡി അടിച്ചു പോയി. നിലവിൽ പ്ലഗ് മിസ്സിങ് പ്രശ്നം കാണിച്ചതിൻ്റെ മെയിൻ റീസൺ പ്ലഗിൻ്റെയാണ്. അപ്പം പുതിയ പ്ലഗ് നമുക്ക് കിടക്കണേ, പക്ഷേ കാര്യമില്ല, പ്ലഗ് മാറ്റിയിടേണ്ടി വന്നു. അതല്ലാതെ കൊണ്ട് വണ്ടിക്ക് ഓയിൽ കത്തണ കംപ്ലയിൻ്റ് ഉണ്ട്. സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുക വരുന്നുണ്ട്. അപ്പോൾ ആ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഓയിൽ ഫില്ല് ചെയ്ത് ഒരുപാട് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. അത് മിക്കവാറും സൈഡ് സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചതാവാനാണ് സാധ്യത. ഒരു കാരണവശാലും സൈഡ് സ്റ്റാൻഡിൽ വെച്ച് ഓയിൽ ഒഴിക്കരുത്. ഗ്ലാമറിന് സ്റ്റിക്കിനകത്ത്, അതായത് ഓയിൽ സ്റ്റിക്ക് നിലവിൽ നമുക്ക് അടിയിലേക്ക് ഉണ്ടാവില്ല. അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബോൾട്ട് അഴിക്കണം. ഈ ബോൾട്ട് അഴിച്ചതിന് ശേഷം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യണം. ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരുമ്പോൾ ടൈറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ലെവൽ ബോൾട്ടാണത് കേട്ടോ. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പം നിലവിൽ ഓയിൽ കൂടുതലായതുകൊണ്ട് തന്നെയാണ് എയർ ഫിൽറ്ററിലേക്ക് വലിച്ചു കയറ്റി മൊത്തം അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് വന്നതാണ്. ഇതിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഓൾറെഡി പുകയുടെ പ്രശ്നം ഉണ്ട്, വണ്ടിക്ക് ഓയിൽ കത്തണമുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഓയിൽ ചിലവുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറ്റിയിടണം. പ്ലഗ് ഓൾറെഡി മാറ്റിയതിന് ശേഷമാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയാണ്. പിന്നെ കാർബറേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ ക്ലീനർ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. കാരണം അതിൻ്റെ ജെറ്റുകൾ കാര്യങ്ങളെല്ലാം ബ്ലോക്കാണ്. അപ്പോൾ സ്ലോ ജെറ്റ് ബ്ലോക്കാണ്, നമുക്ക് മാറ്റിയിടാം. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം ഇപ്പോൾ നമുക്കുള്ള പേടി എന്താ വെച്ചാൽ നിലവിൽ പൊട്ടുവയ്ക്ക് വണ്ടിക്കും കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് വരാം. അപ്പോൾ അങ്ങനത്തെ കംപ്ലയിൻ്റൊക്കെ വന്ന കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനൊക്കെ പറ്റുള്ളൂ. നിലവിൽ നമുക്ക് ക്ലീൻ ചെയ്തിടാം, പരമാവധി നോക്കാം. എയർ ഫിൽറ്ററും ഈ പറഞ്ഞ രീതിയിൽ മാറ്റി പുതിയതിടാം. എഞ്ചിൻ ഓയിലിനിപ്പോൾ ഈ ഓയിൽ ഒഴിക്കുന്നത് നല്ലത് പുതിയ ഓയിൽ ഫില്ല് ചെയ്യണമായിരിക്കും. ഞാനിപ്പോൾ പുതിയ ഓയിലിനകത്തേക്ക് ഒഴിക്കുന്ന രീതി പുതിയ ഓയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ഈ CD സോക്കറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങളും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേബിൾ മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. ഇവിടെ ഔട്ടർ പൊട്ടിയിട്ട് ഇന്നർമിയപ്പം നിൽക്കണേ. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഓയിൽ കത്തണുണ്ട് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. എസ്റ്റിമേറ്റ് കൂടി ഇട്ടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇടാം.